Hi, good evening. Good evening, sir. Good evening. Good evening, sir. Good evening, sir. Good Good evening, evening. sir. Evening, sir. Good evening, sir. Good evening. Good evening, sir. Good evening, Good sir. evening. Thank you so much. Good evening. Thank you so much. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട വളരെ ഫേമസ് ആയ ഒരു കോട്ടിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ്. അതിന്റെ അതായത് ആ കോട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? യു ഡോണ്ട് ഗെറ്റ് വാട്ട് യു വാണ്ട്, യു ഗെറ്റ് വാട്ട് യു ആർ എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആവശ്യമുള്ളതല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾ എന്താണോ അതാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ളത് ആ കോട്ട്. നമുക്ക് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട വളരെയധികം പ്രാധാന്യത്തോടു കൂടി നോക്കിക്കാണേണ്ട ഒരു അറിവാണ്. നമ്മൾ ഇതുവരെ പഠിച്ച അറിവുകളുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു സബ്ജക്റ്റ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഞാൻ പറയുന്നത് പോലെ പുതുതായി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾ 70 പഴയ സെഷൻസ് യൂട്യൂബിൽ തന്നിട്ടുള്ളത് കാണുവാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ നമ്മൾ വീണ്ടും സംസാരിക്കുന്നതാണ്. കാരണം പല പ്രാവശ്യം ഈ ഒരു പുതിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ പല പ്രാവശ്യം നമുക്കത് സംസാരിക്കുമ്പോഴാണ്, ചർച്ച ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിൽ ഉറയ്ക്കുക. അങ്ങനെ ഒരു അനുഭവത്തിൽ കൂടി തന്നെയാണ് ഞാനും വന്നിട്ടുള്ളത്. ഞാനിത് ഒരു പ്രാവശ്യം വായിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അറിഞ്ഞിട്ടോ ഒന്നുമല്ല ഈ സബ്ജക്റ്റ്. നമ്മൾ ഇതുവരെയും നമ്മുടെ മനസ്സിനകത്ത് ശീലിച്ചു വന്നിട്ടുള്ളതും വിശ്വസിച്ചു വന്നിട്ടുള്ളതുമായ ഒരുപാട് വിശ്വാസ പ്രമാണങ്ങളെ അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരും ഈ ഒരു ആശയങ്ങൾ മനസ്സിലാക്കിയെടുക്കുവാൻ. അതുകൊണ്ട് തന്നെ 1-2 പ്രാവശ്യം കേട്ടിട്ട് മനസ്സിലായില്ല എന്ന് കരുതി വിഷമിക്കേണ്ട. എല്ലാവരും ഈ ഒരു രീതിയിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ നമ്മള് പലപ്പോഴും നമ്മള് ജീവിതത്തിൽ പല സുഹൃത്തുക്കളും പറയുന്നത് കേൾക്കാറുള്ളതാണ്, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു കാര്യമല്ല നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ചില കാര്യങ്ങൾ ആഗ്രഹിക്കും, അതിനോട് പ്രാർത്ഥിക്കും, പക്ഷേ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ അടുത്ത് പോലും എത്താത്ത രീതിയിലുള്ള പലപ്പോഴും പല കാര്യങ്ങളും കിട്ടും, പക്ഷെ അത് നമ്മുടെ ആഗ്രഹത്തിന്റെ ആ ഒരു ലെവലിനനുസരിച്ചാകില്ല. വളരെ താഴ്ന്ന ലെവലിലുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് തീവ്രമായി ആഗ്രഹിച്ചാൽ അതൊക്കെ ലഭിക്കാനുള്ളതല്ലേ എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും വരുന്നൊരു ചിന്ത. പക്ഷെ എന്തുകൊണ്ടാണ് പിന്നെ ഞാൻ ആഗ്രഹിച്ചിട്ടും മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒന്നും എൻ്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള പല കാര്യങ്ങളും നടക്കാതെ പോകുന്നത്? ചില കാര്യങ്ങൾ നടക്കും, പക്ഷെ അതിന് ആ ഒരു ലെവലിൽ എത്താതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ഈ ഒരു പോട്ടിനെ മനസ്സിലാക്കാനുള്ളത്. നമ്മൾ ജീവിതത്തിൽ നമുക്ക് വേണ്ട കാര്യങ്ങളല്ല നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ എന്താണോ അതാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ നമ്മൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് പ്രധാനം. നമ്മൾ എന്താണോ അത് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുവാൻ നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒന്ന്, നമുക്കൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ 2 വശങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ 2 വശങ്ങളുണ്ട്. അതെപ്പോഴും ഇനി മനസ്സിലാക്കിക്കൊള്ളണം. ഒരു ഈഗോ വശവുമുണ്ട്, ഒരു സ്പിരിച്വൽ വശവുമുണ്ട്. ഒരു ഈഗോ സൈഡുമുണ്ട്, ഒരു സ്പിരിച്വൽ സൈഡുമുണ്ട്. ഈ ഈഗോ സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധമനസ്സും നമ്മുടെ ശരീരവും കൂടി ആ ഒരു ഏരിയയാണ് അത് കവർ ചെയ്യുന്നത്, ഈഗോ സൈഡ്. സ്പിരിച്വൽ സൈഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ സോൾ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, അങ്ങനെയുള്ള നമ്മുടെ ആന്തരികമായ നമ്മുടെ സ്പിരിച്വൽ ആത്മീയമായ തലങ്ങളിലുള്ള ഒരു സൈഡും കൂടി, ഒരു വശം കൂടി ഉണ്ട് മനുഷ്യൻ. അങ്ങനെ 2 വശത്തോടും കൂടി ആണ് ഒരേ സമയം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്.
പക്ഷെ മനുഷ്യർ നല്ലൊരു ശതമാനം ഈ ഈഗോ സൈഡ് മാത്രമേ നമുക്കുള്ളൂ എന്ന് വിശ്വസിച്ചാണ്, തെറ്റിദ്ധരിച്ചാണ് സത്യത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചു പോകുന്നത്. എന്നാൽ ഈ സ്പിരിച്വൽ സൈഡും കൂടി ഉണ്ട്. ആ സ്പിരിച്വൽ സൈഡിന് അത് അപാരമായ പവർ ഉള്ളത് എന്ന് മനസ്സിലാക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു വിഷയം അല്ലെങ്കിൽ ഒരു ഏരിയയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്, ആത്മീയത എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ആത്മീയത നോക്കുമ്പോൾ നമ്മൾ വേറെ പല രീതിയിൽ നമ്മൾ തെറ്റിദ്ധരിക്കാറാണുള്ളത്. അങ്ങനെയല്ല, നമ്മുടെ ഈ ഒരു സ്പിരിച്വൽ സൈഡ്, ആ ഒരു സ്പിരിച്വൽ സൈഡിനെയും കൂടി മനസ്സിലാക്കി അതിന്റെ പവറും കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതി, അതാണ് ആ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഈഗോ സൈഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതാണല്ലോ, നമുക്ക് ഒരേ സമയം നമ്മൾ രണ്ട് ലോകത്തിലാണെന്നുള്ളത്, അല്ലേ? ഒരു അകം ലോകവും ഒരു പുറം ലോകവും ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, നമ്മളത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പുറം ലോകത്തിന്റെ ഏരിയ കവർ ചെയ്യുന്ന ആ ഒരു സൈഡാണ് നമ്മുടെ ഈഗോ സൈഡ്. അതായത് അതിനെ കവർ ചെയ്യുന്നില്ല, ഒരു കണക്ഷൻ. അതാണ് നമുക്ക് പുറം ലോകം നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ബോധ മനസ്സുകൊണ്ട്, ഉണർന്നിരിക്കുമ്പോൾ കാണാൻ നമ്മുടെ ബോധ മനസ്സുകൊണ്ട് നമ്മുടെ ശരീരം കൊണ്ടുമാണ് നമ്മുടെ ഈ പുറം ലോകം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നത്. പക്ഷെ അകം ലോകത്തെ കണക്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ് സ്പിരിച്വൽ സൈഡ്. അതായത് നമ്മുടെ ഉപബോധ മനസ്സ്, നമ്മുടെ സോൾ, ആത്മാവ്, അങ്ങനെയൊക്കെ വരുന്ന ആ ഒരു ഏരിയ. ഇവിടെ നമ്മൾ മനസ്സിലാക്കുവാനുള്ളത്, നമ്മൾ ഈഗോ സൈഡ് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈഗോ സൈഡ് കൊണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് ഫോളോ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് നമ്മുടെ നമ്മുടെ മനസ്സുകൊണ്ടാണ്, ഈഗോ സൈഡ് കൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ആഗ്രഹിക്കുന്നത്. അതായത് ബെറ്റർ ആയിട്ടുള്ള ജീവിതം, എപ്പോഴും ഒരു ബെറ്റർമെന്റിന് വേണ്ടി ശ്രമിക്കുകയാണ് നമ്മൾ. അതൊരു നന്മയാണത്. അതായത് ഒരു ബെറ്റർമെന്റിന് വേണ്ടി, അതായത് ജീവിതത്തിൽ നിലവിലുള്ള എങ്ങനെയെങ്കിലും അങ്ങ് ഈ ജീവിതം, ഈ ആയുസ് ഒന്ന് കഴിഞ്ഞു പോയാൽ മതി എന്നുള്ള രീതിയിലല്ലല്ലോ നിങ്ങൾ ആരും ഇവിടെ ജീവിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയം മെനക്കെടുത്ത് ഇവിടെ വന്നിരിക്കില്ലല്ലോ. നമ്മളൊരു ജീവിതത്തിൽ കുറച്ചുകൂടി ഒരു ബെറ്റർമെന്റ് അത് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അത് തീർച്ചയായിട്ടും ഏറ്റവും നന്മയാണ് അത്. കാരണം നമ്മളിപ്പോഴും പഠിക്കാറുള്ളത് പോലെ യൂണിവേഴ്സിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു ഡെവലപ്മെന്റ് ആണ്. അത് എപ്പോഴും ഒരു ഉയർച്ചയും വികസനവും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു എല്ലാ രീതിയിലുമുള്ള ഒരു വികസനം, അത് ഭൗതികവുമായിട്ടും ആത്മീയവുമായിട്ടുള്ള ഒരു വികസനമാണ് യൂണിവേഴ്സ് മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ ആ ഒരു ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി ആഗ്രഹിക്കുന്നത് യൂണിവേഴ്സിന്റെ ഒരു ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ്. അതാണ് മനുഷ്യർക്ക് എപ്പോഴും ഉയരാനും വളരാനും ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ആഗ്രഹവും ഉയർച്ചയും വളർച്ചയും ആഗ്രഹിക്കുന്നത്, അതായത് ഇപ്പൊ നമുക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ജീവിതാവസ്ഥയിലേക്ക് നമ്മൾ പോകുവാൻ വേണ്ടിയാണ് നമ്മൾ എപ്പോഴും ഉയർന്ന കാര്യങ്ങൾ ആകർഷിക്കുന്നത്. പക്ഷേ നമ്മുടെ മനസ്സ് കൊണ്ട്, ഈഗോ സൈഡ് കൊണ്ടാണ് പലപ്പോഴും അത് ആഗ്രഹിക്കുന്നത്, ആ ഒരു ബെറ്റർ ആയിട്ടുള്ള അവസ്ഥ. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത്, നമുക്ക് ആ ഒരു ആഗ്രഹമല്ല അവിടെ നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളൊരു പോയിന്റാണ്, എന്താണ്? നമ്മുടെ അകം ലോകത്തിന്റെ പ്രതിബിംബമാണ് നമ്മുടെ പുറം ലോകം എന്നല്ലേ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അല്ലേ? നമ്മുടെ അകം ലോകത്തിന്റെ പ്രതിബിംബമാണ് നമ്മുടെ പുറം ലോകം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ബോധ മനസ്സുകൊണ്ടുള്ള മനസ്സിന്റെ ആഗ്രഹമല്ല നമുക്ക് ലഭിക്കുന്നത്, നമ്മുടെ അകം ലോകത്തിന്റെ ഒരു പ്രതിബിംബമാണ് നമുക്ക് സത്യത്തിൽ ലഭിക്കുന്നത്. അപ്പൊ സത്യത്തില് ഈ ഒരു കോട്ട്, അതായത് യു ഡോണ്ട് ഗെറ്റ് വാട്ട് യു വാണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത്. യു ഗെറ്റ് വാട്ട് യു ആർ. നിങ്ങൾ എന്താണോ, നിങ്ങളുടെ അകം ലോകത്ത് എന്താണോ അതാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ അകം ലോകത്ത് എന്താണോ അതാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ നമ്മൾ സത്യത്തിൽ നമുക്ക് ജീവിതത്തിൽ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ
അല്ല നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ഉള്ളിൽ എന്താണോ അതാണ് നമ്മൾ ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് വേറൊന്നുമല്ല, നമ്മുടെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഉള്ളുകൊണ്ടും കൂടി ആ ഒരു ആഗ്രഹമായി മാറണം. അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തിന് അനുസരിച്ച് നമ്മൾ സ്വയം മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. പലരും ഒരു നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ തന്നെ ലൈഫിനകത്ത് നമ്മുടെ അടുത്ത് നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ വലിയ ഉയർന്ന തലത്തിലുള്ള ഒരു ജീവിതാവസ്ഥയിലേക്ക് എത്തുവാൻ വേണ്ടി അതികഠിനമായിട്ട് അധ്വാനിക്കും, മനസ്സുകൊണ്ട് നന്നായിട്ട് ആഗ്രഹിക്കും, അതിനു വേണ്ടിയുള്ള പ്രവർത്തികൾ ചെയ്യും. പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ ഒരു നമ്മൾ എന്താണോ ആകുവാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് എത്താതെ പോകുന്നത്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ തന്നെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നത്തിന് വേണ്ടി, ഒരു വലിയൊരു ബിസിനസ് പ്രൊജക്റ്റിന് വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട്. ഒരു വലിയൊരു ബിസിനസ് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി ഉറക്കമൊഴിഞ്ഞ് കഷ്ടപ്പെട്ട് അതിനുവേണ്ടി പഠിച്ചു, അത്യധ്വാനം ചെയ്തു, അതിനുവേണ്ടിയുള്ള സകല റിസർച്ച് നടത്തി, അത് നാട്ടിലത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ വളരെ ചെറിയ ഒരു അതിനുവേണ്ടി വന്നുള്ള പാർട്ട്ണർമാരെയും കണ്ടെത്തി ആ ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവസാന നിമിഷം ചെറിയ ചില ഗവൺമെന്റ് തല ഇടപെടലുകളും അല്ലെങ്കിൽ നൂലാമാലകളും മൂലം ആ ഒരു പ്രൊജക്റ്റ് നടക്കാതെ പോയി. അദ്ദേഹം മനസ്സുകൊണ്ട് തകർന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് പിന്നെ അതിൽ നിന്ന് കരകയറാൻ വർഷങ്ങളെടുത്തു, അല്ല വർഷങ്ങളിൽ കുറെ നാളെടുത്തു. ഇതിനെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ആ ഒരു പാർട്ട്നേഴ്സ് ആ ഗവൺമെന്റിന്റെ ആ ഒരു ഇഷ്യൂ ഓവർകം ചെയ്യുവാൻ ഒരു ചെന്നിരണ്ട് ഗവൺമെന്റ് നേർവഴിയിലേക്ക് പോകുന്നതിന് പകരം അവർ ഒന്ന് രണ്ട് പേപ്പർ വർക്കുകൾ ബൈപ്പാസ് ചെയ്ത് നേടുവാൻ ശ്രമിച്ചതാണ് ആ ഗവൺമെന്റ് തലത്തിൽ നിന്നൊരു ബ്ലോക്ക് വരാൻ കാര്യം. പക്ഷേ എന്നിരുന്നാൽ കൂടിയും അദ്ദേഹത്തിന്റെ വർഷങ്ങളായിട്ടുള്ള ആ ഒരു പരിശ്രമം അദ്ദേഹത്തിന് അത് വെറുതെ വൃഥാവിലായി പോകുന്നതാണ് അദ്ദേഹം ഫേസ് ചെയ്തൊരു വിഷയം. പക്ഷേ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാല് ഇതെല്ലാം അത് ഈ പാർട്ട്നേഴ്സിന്റെ ആ ഒരു റോങ് ആയിട്ടുള്ള രീതിയോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ബ്ലോക്കോ ഒന്നും അല്ല ആ ഒരു വ്യക്തിയുടെ വലിയൊരു സ്വപ്നത്തെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞത്. ആ ഒരു വ്യക്തി ആ ഒരു വലിയൊരു പ്രൊജക്റ്റ് അതിൽ നിന്ന് ലഭിക്കുന്ന വൻകിടമായിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയായി മാറുവാൻ തക്ക വിധമുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു അത് നടപ്പിലായി വന്നിരുന്നത്. പക്ഷേ വ്യക്തിയുടെ മനസ്സ് ഈഗോ സൈഡ് മാത്രം കൊണ്ടാണ് ആ ആഗ്രഹം അദ്ദേഹത്തിന് വളർത്താൻ പറ്റിയത്. ഉള്ളുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു ലെവലിലേക്ക്, ആ ഒരു കോടിക്കണക്കിന് രൂപ ആസ്തി ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ ടേൺ ഓവർ സൃഷ്ടിക്കുവാൻ കഴിയുമായിരുന്ന ആ ഒരു ബിസിനസിന്റെ ലെവലിലേക്ക് ഉള്ളുകൊണ്ട് മാറുവാൻ കഴിഞ്ഞില്ല. അതാണ് പലർക്കും പറ്റുന്നത്. പലരും പോകും, ഗൾഫിൽ പോയി കഴിഞ്ഞാൽ സമ്പന്നനാകാമെന്ന് കരുതിയിട്ട് ഗൾഫിൽ പോയിട്ടും സമ്പന്നരാകാതെ തിരിച്ചു വരുന്നവരുണ്ട്. ഇത്ര വിദ്യാഭ്യാസം ഞാൻ നേടിക്കഴിഞ്ഞാൽ എനിക്ക് ഉന്നതമായ ജോലിയും അതിനനുസരിച്ചുള്ള സാലറിയുള്ള ജോലിയും കിട്ടും എന്ന് വിശ്വസിച്ചിട്ട് കഠിനമായിട്ട് അധ്വാനിച്ചിട്ടും കൂടിയും ഒരു പരിധിയിൽ കൂടുതൽ സാമ്പത്തികമായ ഉന്നതിയിൽ എത്താൻ കഴിയാതെ നോർമൽ ലെവലിൽ പോകുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ബിലോ ആവറേജ് ലെവലിൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ട് കൂടിയും സ്വന്തം കരിയർ ആയാലും ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ആയാലും മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടി വരുന്നവരുണ്ട്. എന്തുകൊണ്ടാണത്? മനസ്സുകൊണ്ടുള്ള ആഗ്രഹവും പ്രവർത്തനവും മാത്രമല്ല, ഈഗോ സൈഡിലെ പ്രവർത്തനം മാത്രമല്ല, സ്പിരിച്വൽ സൈഡിൽ കൂടി ഉയരുവാൻ വളരുവാനും ഓരോ മനുഷ്യരും ഓരോരുത്തരും തയ്യാറായിരിക്കണം. സ്പിരിച്വൽ സൈഡ് അത് വളരെ പ്രധാനമാണ്. സ്പിരിച്വൽ സൈഡ് എവിടെയാണ് പരാജയം പറ്റുന്നത് പറഞ്ഞാൽ, സ്പിരിച്വൽ സൈഡിൽ, ആ ഒരു സ്പിരിച്വൽ സൈഡിന്റെ ഏറ്റവും നിർണായകമായ സ്വാധീനം ചെലുത്തുന്നത് നമ്മുടെ ഉപബോധ മനസ്സാണ്. നമ്മുടെ ഉപബോധ മനസ്സിനെയാണ് നമ്മുടെ ഈ ഒരു ജീവിതം
ഈ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുവാനും വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സർവന്റ്, ആ ഒരു രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ഉപബോധ മനസ്സ് നമ്മൾ ജനിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള ആ സമയം മുതൽ തന്നെ നമ്മുടെ കാര്യങ്ങൾ നോക്കി വരുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ഉപബോധ മനസ്സെന്ന് പറയുന്നത്. അത് നമ്മളെ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ നമ്മുടെ അമ്മ കേട്ട ഒരു റേഡിയോ പ്രോഗ്രാം ഉൾപ്പെടെ പിടിച്ചെടുക്കുന്നുണ്ട്. പിടിച്ചെടുത്ത് അതിൻ്റെ ഒരു റിസർവർ, വലിയൊരു കലവറയായിട്ട്, കലവറയിൽ അത് അന്ന് തൊട്ടതായി നിമിഷം വരെയുള്ള ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മുടെ ഓരോരുത്തരുടെയും, എൻ്റെയും നിങ്ങളുടെയും ഉപബോധ മനസ്സ് എടുക്കുന്നുണ്ട്, സ്റ്റോർ ചെയ്ത് വലിയൊരു കലവറയുടെ ഭാഗമാക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. സ്റ്റോർ ചെയ്ത് വെക്കുന്നു എന്ന് മാത്രമല്ല, ഈ ഒരു കിട്ടുന്ന അറിവുകൾ, ഇതുപോലെ നേടിയെടുക്കുന്ന ഈ അറിവുകൾ അതിൻ്റെതായ രീതിയിൽ ചില നെയ്യലുകൾ, ചില കുട്ടിക്കെട്ടി നെയ്ത് ചില പാറ്റേണുകൾ സൃഷ്ടിക്കുന്നുണ്ട്. അതാണ് പാറ്റേണുകൾ. അതായത് ഈ ഒരു കിട്ടുന്ന അറിവ് അന്ന് തൊട്ടേ നമുക്ക് ജനിച്ച നാൾ മുതലേ ഇതുവരെ കിട്ടിയിട്ടുള്ള സകല അറിവുകളും അത് ഇങ്ങനെ നേടുന്നതിനനുസരിച്ച് അത് ഓരോരോ ചെറിയ ചെറിയ കുടുക്കുകൾ, പാറ്റേണുകൾ സൃഷ്ടിച്ച് നമ്മുടെ ഉപബോധ മനസ്സിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. നമ്മളിത് അറിയുന്നില്ല. ഈ ഒരു പാറ്റേണുകളും പേറിയാണ് നമ്മൾ വളർന്നു വരുന്നത്. പക്ഷെ ബോധ മനസ്സിന് ഇത് അറിയുന്നില്ല. നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മൾ കുഞ്ഞുനാൾ മുതലേ ലഭിച്ച പല പല അറിവുകളും, നമ്മൾ ഇതുവരെ ലഭിച്ചിട്ടുള്ള പല പല ഇൻഫർമേഷനും എടുത്ത് അത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നെയ്തൊരുക്കി അങ്ങനെ വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയാതെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. നമ്മൾ ജീവിതത്തിൽ പല പല കാര്യങ്ങൾ, ഉയർന്ന കാര്യങ്ങൾ മോഹിക്കുകയും സ്വപ്നം കാണുകയും എല്ലാം ചെയ്യുന്നത്. പക്ഷേ അതിനുവേണ്ടി മോഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടും മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടപ്പിലാക്കി തരേണ്ട ഈ സംവിധാനമായ ഉപബോധ മനസ്സ് അത് നടപ്പിലാക്കി തരുന്നത് നമ്മൾ ഇതുവരെ ചുറ്റുവട്ടമുള്ള നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒപ്പിയെടുത്ത് നെയ്ത് കൂട്ടിയ ഈ ഒരു നിരന്തരമായ നെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പാറ്റേണുകൾ, ആ പാറ്റേണുകളുടെ ബേസുകളെ ഒത്തുനോക്കിയിട്ട് അതിൻ്റെ ബേസിൽ മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങൾ അത് നമുക്ക് അനുകൂലമാക്കി തരുവാൻ വേണ്ടി ശ്രമിക്കുകയുള്ളൂ. ഞാൻ എന്താണ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നമ്മളിവിടെ ഈ ഒരു സ്വപ്നങ്ങൾ കാണുമ്പോഴും എപ്പോഴും നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ അകം ലോകത്ത് നമ്മൾ ഇതുവരെയും സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ഉപബോധ മനസ്സ് നമ്മൾ അറിയാതെ, നമുക്ക് അറിയില്ല നമുക്ക് അങ്ങനെ ചില സംവിധാനങ്ങൾ ഉണ്ടെന്ന്. അത് ആരും കെയറിയില്ല, ആരും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ മെനക്കെടാറില്ല. അതിനെക്കുറിച്ചൊരു അവയർനെസ് നമ്മുടെ സമൂഹത്തിലും ആരും കൊടുക്കാറില്ല. ഇതാണ് സത്യത്തിൽ നമ്മുടെ സ്വപ്നങ്ങൾ പലതും വഴിക്ക് വെച്ച് ഉപേക്ഷിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ നമുക്ക് വേറെ ഡീവിയേറ്റ് പോകുന്നതോ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ബ്ലോക്ക് വന്നിട്ട് എത്രയോ വർഷത്തെ അധ്വാനം എല്ലാം വേസ്റ്റായി പോകുന്നതോ എല്ലാം പ്രധാന കാരണം ഇത്തരം ചില പാറ്റേണുകൾ ഉള്ളിൽ പോയതുകൊണ്ടാണ്. സാമ്പത്തികമായ ഉന്നതിയിലെത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ വളർന്നു വരുന്ന ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കുന്ന നെഗറ്റീവായിട്ടുള്ള അറിവുകളുടെ പാറ്റേണുകൾ, അത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ചുറ്റുപാടുള്ള നമ്മുടെ അച്ഛനമ്മമാരുടെയും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെയും അല്ലെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെ കുറിച്ചുള്ള പരിഭവങ്ങളും വിഷമങ്ങളും, അതായത് നമ്മൾ കുട്ടിയായിരുന്നപ്പോൾ നമുക്ക് പൈസ ആവശ്യത്തിന് കിട്ടാതെ ഇരുന്നപ്പോൾ നമുക്കുണ്ടായ നാണക്കേടും അല്ലെങ്കിൽ വിഷമങ്ങളും എല്ലാം നമ്മുടെ ഉപബോധ മനസ്സ്, ഫീലിങ്സും ചിന്തകളും എല്ലാം ചേർത്ത് വെച്ച് ആണ് ഈ ഒരു പാറ്റേൺസ് അത് നെയ്തെടുക്കുന്നത്. ഈ പാറ്റേൺസിന് ഇങ്ങനെ നെയ്തെടുത്തിട്ട് അത് നമുക്ക് വലുതാകുമ്പോൾ നമ്മൾ വലിയ രീതിയിൽ സാമ്പത്തികമായ ഉന്നതിയിലേക്ക് എത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഇതുവരെ നെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു പാറ്റേണുമായിട്ട് ഒത്തുനോക്കും. ഈ പറയുന്ന നമ്മുടെ ആഗ്രഹങ്ങൾക്കും അതുള്ളിൽ ഇതുവരെ നെയ്തു വെച്ചിരിക്കുന്ന ആ പാറ്റേണുമായിട്ട് ഒത്തുനോക്കിയിട്ട് മാറ്റാവുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അത് റിജക്റ്റ് ചെയ്യും. അതാണ് പറയുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ആവശ്യമുള്ളതല്ല നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഉള്ളിൽ എന്താണോ അതാണ്, നമ്മുടെ ഉള്ളിൽ എന്താണോ അത് മാത്രമേ അതിന് പ്രതിഫലിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ.
അപ്പൊ ഞാൻ ഈ സബ്ജക്റ്റ് നിങ്ങൾ പലതവണ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ പല ക്വസ്റ്റ്യൻസും അങ്ങനെ വരുന്നത് കൊണ്ടാണ്. കമന്റ്സ് ആയിട്ടായാലും ഇവിടെ തന്നെ ഞാൻ നിങ്ങളുടെ തന്നെ ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ കമന്റ്സ്. അതിൽ നിന്ന് വരുന്ന ചില ക്വസ്റ്റ്യൻസ് എല്ലാം അതിന്റെ ബേസിലാണ്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത്, നമ്മൾ എങ്ങനെയാണോ ഈ ഒരു നമ്മൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട എന്നുള്ള കാര്യം. നമുക്ക് ഇങ്ങനെ പറ്റിപ്പോയി, ഇങ്ങനെ ഉപബോധ മനസ്സിൽ ചില നെഗറ്റീവായിട്ടുള്ള പാറ്റേണുകൾ ഇങ്ങനെ സൃഷ്ടിച്ച് വെച്ചത് കൊണ്ട് ഇനി എൻ്റെ ജീവിതകാലം മുഴുവനും ഇങ്ങനെ ആയിരിക്കുമോ എന്ന് നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല, വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈസി ആയിട്ട് ഈ പാറ്റേൺസിനെ നമുക്ക് മാറ്റാൻ കഴിയുമെന്നുള്ളതാണ്. നമ്മൾ മാറ്റാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഉപബോധ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ഇന്നർ വേൾഡ്, നമ്മുടെ സ്പിരിച്വൽ, നമ്മുടെ യൂണിവേഴ്സൽ പവർ, നമ്മുടെ ഉള്ളിലുള്ള ആത്മശക്തി അത് ആഗ്രഹിക്കുന്നുണ്ട് ആ പാറ്റേൺസിനെ നമ്മളായിട്ട് തന്നെ റിമൂവ് ചെയ്ത് കളയാൻ. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പൊ നമ്മൾ അറിയാതെയാണ്, നിരപരാധികളായ നമ്മളാണ് ഇതുപോലെയുള്ള അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത് നിന്ന് ഇതുപോലെ സ്പോഞ്ച് പോലെ നമുക്ക് ചുറ്റുവട്ടത്ത് നിന്ന് സകല അറിവുകളും കിട്ടിയ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പരിമിതിയുടെയും കുറവിന്റെയും എല്ലാം ദാരിദ്ര്യത്തിന്റെയും എല്ലാം മെസ്സേജുകൾ ഇങ്ങനെ ഉള്ളിലേക്ക് എടുത്തു വെച്ചത് നമ്മൾ അറിവില്ലായ്മയാണ്. ആ ഒരു അറിവില്ലായ്മയെ തന്നെ ഓവർകം ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ കവർ ചെയ്തുവാൻ നമ്മൾ ബോധപൂർവം നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ കഴിയുമെന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ബോധപൂർവം എന്ന് പറഞ്ഞ വാക്ക് എപ്പോഴും നമ്മൾ മനസ്സിലാക്കാം. ബോധ മനസ്സുകൊണ്ടെന്നാണ്. നമ്മൾ കരുതിക്കൂട്ടി നമ്മൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിനകത്തുള്ള ഈ ഒരു നെഗറ്റീവ് പാറ്റേൺസിനെ ഡിലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ സ്വതന്ത്രമാക്കുവാനും കഴിയും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തി തരുവാൻ അത് ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിൽ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഇതുവരെ ചെയ്തു വെച്ചിട്ടുള്ള ചില പ്രോഗ്രാമും കൂടി അത് ഒത്തുനോക്കും പലപ്പോഴും. അവിടെയാണ് നമുക്ക് പറ്റിപ്പോകുന്നത്. അപ്പൊ നമുക്കതിനെ തീർച്ചയായിട്ടും ഹീൽ ചെയ്യാൻ കഴിയും. റിലേഷൻഷിപ്പിനകത്തൊക്കെ വരുന്ന പ്രശ്നങ്ങളും എല്ലാം അതാണ് കാരണം. നമ്മൾ എല്ലാവരും ഒരു നല്ല വിവാഹ ജീവിതവും അല്ലെങ്കിൽ കുട്ടികളുമായിട്ടുള്ള നല്ല ബന്ധങ്ങളും അല്ലെങ്കിൽ ഏതൊരു സമൂഹത്തിലും ഇപ്പൊ ജോലി സ്ഥലത്തും ഒക്കെ നല്ല ബന്ധങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ അതൊരു ആഗ്രഹം മനസ്സിനകത്തുണ്ടെങ്കിലും പക്ഷെ അതുപോലെ അല്ല പലപ്പോഴും കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഉള്ളിൽ വരുന്ന പാറ്റേണിന്റെ ബേസിൽ മാത്രമേ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള ആളുകൾ മാത്രമേ ലൈഫിലേക്ക് കണക്ട് ആവുകയുള്ളൂ. അതങ്ങനെ മനസ്സിലാക്കണം നമ്മൾ. ഈ പാറ്റേൺ അതാണ് പറയുന്നത്. നമ്മുടെ ഉള്ള് നമ്മൾ എങ്ങനെയാണോ ആ ഉള്ള്, അതാണ് നിങ്ങളെന്ന് പറയുന്നത്. ആ ഒരു ഭാഗം, വാട്ട് യു ആർ, നിങ്ങൾ എന്താണ് അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഉപബോധ മനസ്സിൽ ഇതുവരെ പ്രോഗ്രാം ചെയ്യപ്പെട്ടു പോയ കാര്യങ്ങളാണ്. അപ്പൊ അതിനെ നമുക്ക് മാറ്റാൻ കഴിയും. തീർച്ചയായിട്ടും അതിനെ മാറ്റാൻ കഴിയും. ഓരോരുത്തരും അതിനുവേണ്ടി കഴിവിന്റെ പരമാവധി പരിശ്രമിക്കണം എന്നുള്ളതാണ്. സത്യത്തിൽ നമ്മളിവിടെ തരുന്ന പ്രാക്ടീസുകൾ എല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഉപബോധ മനസ്സിന്റെ ആ ഒരു ഹീലിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. താങ്ക് യുവിന്റെ പ്രാക്ടീസ് തന്നതും അതിന്റെ ആ ഒരു ഹീലിങ്ങിന് വേണ്ടി തന്നെയാണ്. ചെയ്യണമെന്ന് പറയാൻ കാര്യം, നമ്മൾ ആ ഒരു പാറ്റേൺ വെച്ചിട്ട് നമ്മൾ ഇനി എത്ര പുറം ലോകത്ത് കഠിനാധ്വാനം ചെയ്താലും ഒരു പരിമിതമായ റിസൾട്ട് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഉള്ളിനകത്ത് നമ്മൾ ഇതുവരെയുള്ള പ്രോഗ്രാമിന്റെ ബേസിൽ നമ്മൾ വളരെ നെഗറ്റീവായിട്ടുള്ള കുറെ പാറ്റേണുകൾ സൃഷ്ടിച്ചു വെച്ചിട്ട് നമ്മൾ പുറം ലോകത്ത് നമ്മൾ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള നല്ല ഹാർമണി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടില്ല. റിലേഷൻഷിപ്പിനകത്ത് അത് എപ്പോഴും നമ്മുടെ ഉള്ളിന്റെ അനുസരിച്ച് മാത്രമേ ആ ഒരു റിലേഷൻഷിപ്പ് വരികയുള്ളൂ. ഹെൽത്ത് ആയത് തന്നെയാണ്. നമ്മൾ കുഞ്ഞുനാൾ മുതലേ ചുറ്റുവട്ടത്ത് നിന്ന് കേൾക്കുന്ന മുഴുവനും രോഗങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളെക്കുറിച്ചുള്ള സംസാരങ്ങളും അതിനെക്കുറിച്ചും ഇങ്ങനെ ഒരുപാട് സംസാരിക്കുന്ന ആളുകളുണ്ട്. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അത് മണിക്കൂറുകളോടൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യും. കുടുംബങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്യുമ്പം സത്യത്തിൽ സംഭവിക്കുന്ന കേട്ടോണ്ടിരിക്കുന്ന കുട്ടികൾക്കൊക്കെ അത് അവരുടെ ഉള്ളിലേക്ക് അത് പിടിച്ചെടുത്തിട്ട് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇതുപോലെ പാറ്റേൺ നെയ്ത് വെക്കും. പാറ്റേൺ നെയ്ത് വെക്കുമ്പോൾ ഈ പാറ്റേണിന്റെ ബേസിലാണ് അവർ സൃഷ്ടിക്കപ്പെടുന്നത്, അവരായി മാറുന്നത്. നമ്മൾ മനസ്സിലാക്കണം അത്. അപ്പൊ അവരുടെ ഫ്യൂച്ചറിൽ അവരൊരു ഹെൽത്തി ആയിട്ടൊരു ജീവിതം ആഗ്രഹിക്കുമ്പോൾ, ഹെൽത്തി ആയിട്ടൊരു ശരീരം ആഗ്രഹിക്കുമ്പോൾ അവര് മനസ്സുകൊണ്ടൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അവരതല്ല. അവരുടെ പാറ്റേൺ എന്താണ്? അവരുടെ പാറ്റേൺ
നെഗറ്റീവാണ്. നെഗറ്റീവായിട്ടുള്ള രോഗത്തിന്റെ ബേസിലുള്ള പാറ്റേണുകൾ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും പല നെഗറ്റീവായിട്ടുള്ള രോഗങ്ങളും ആകർഷിപ്പിക്കാനുള്ള സാധ്യത വർദ്ധിക്കും. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നതല്ല നമുക്ക് കിട്ടുന്നത്. നമ്മൾ എന്താണോ അതാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ആഗ്രഹവും നമ്മുടെ ഉള്ളിലെ നമ്മളെയും തമ്മിൽ ഒന്ന് എന്താ പറയുക സമരസപ്പെടുത്തി ഒരുമിച്ച് അത് ഒരുപോലെ ആയി വരുവാൻ നമ്മൾ പഠിക്കണം. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിന് നമ്മൾ ഒന്ന് രണ്ട് പ്രാക്ടീസ് ഉണ്ട്. വേറൊന്നുമല്ല, അത് ഈ പ്രാക്ടീസ് ഏതാണ്? നമ്മളെ സ്ഥിരമായിട്ടുള്ള പ്രാക്ടീസുകൾ തന്നെയാണ്. ഒന്ന്, മെഡിറ്റേഷൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പാറ്റേണുകളെ സ്വയം തിരിച്ചറിയാനും ഹീൽ ചെയ്യാനും സഹായിക്കും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്ന കാര്യം അതാണ്. മെഡിറ്റേഷൻ നിങ്ങൾ ഏത് തരത്തിലുള്ള മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്താലും നല്ലതാണ്. ഒരു മെഡിറ്റേഷൻ നിങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കുക. താങ്ക് യുവിന്റെ ചാൻഡിങ് മെഡിറ്റേഷൻ. കാരണം നമ്മൾ ഏകാഗ്രമായിട്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ നിശബ്ദമാക്കുമ്പോൾ നമ്മൾ സത്യത്തിൽ അത് നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന പാറ്റേണുകളെ ഹീൽ ചെയ്യുവാനും നമുക്ക് തിരിച്ചറിയുവാനും നമുക്ക് കൂടുതൽ അവയർനെസ്സിലേക്ക് നമുക്ക് എത്തുവാനും നമ്മളെ സഹായിക്കും. രണ്ടാമത് അഫർമേഷനാണ്. അഫർമേഷൻസ് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പാറ്റേൺസ് അവിടെ രൂപപ്പെട്ടത്? നമ്മൾ അറിയാതെ തന്നെ ചുറ്റുവട്ടത്തു നിന്ന് കേൾക്കുന്ന ധാരാളമായ മെസ്സേജുകളിൽ നിന്നാണ് ഈ പാറ്റേണുകൾ രൂപപ്പെട്ടിട്ടുള്ളത്. അതായത് ചുറ്റുവട്ടം നിന്ന് ആളുകൾ പറഞ്ഞും നമ്മൾ സ്വയം പറഞ്ഞും ഇപ്പൊ ടി വി ന്യൂസിലും രോഗങ്ങളെ കുറിച്ചുള്ള നിരന്തരമായ ചാനലുകളൊക്കെ കാണുകയും ആ രോഗങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ആളുകളോട് സംസാരിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു അഫർമേഷൻ പോലെ നമ്മുടെ ഉപബോധ മനസ്സിൽ പതിഞ്ഞു പോയതാണ്. ഇവിടെ നമ്മൾ ചെയ്യാനുള്ളത് ഇതിന് കൗണ്ടറായിട്ട് നമ്മൾ അഫർമേഷൻ കൊടുക്കണം. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞ ഒരു മെഡിറ്റേഷൻ, നമ്മൾ താങ്ക് യുവിന്റെ മെഡിറ്റേഷൻ നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് മെഡിറ്റേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് സത്യത്തിൽ ഈ താങ്ക് യുവിന്റെ മെഡിറ്റേഷൻ സകല നെഗറ്റിവിറ്റിക്കും ഓപ്പോസിറ്റാണ്. അപ്പൊ നെഗറ്റീവായിട്ട് നമുക്ക് അനുകൂലമല്ലാത്ത പാറ്റേണുകളെ ഹീല് ചെയ്യുവാൻ താങ്ക് യുവിന്റെ മെഡിറ്റേഷൻ സഹായിക്കും. നമുക്ക് അനുകൂലമല്ലാത്ത ഉള്ളിലെ സബ് കോൺഷ്യസ് പാറ്റേണുകളെ ക്ലീൻ ചെയ്ത് കളയുവാൻ താങ്ക് യുവിന്റെ അതാണ് അത് ചെയ്യണമെന്ന് ആവർത്തിച്ച് പറയുവാൻ കാര്യം. അത് നിങ്ങൾ ഏകാഗ്രതയോടുകൂടി നിങ്ങൾ ഒരു 15-20 മിനിറ്റ് 10-15 മിനിറ്റ് ഒക്കെ എടുക്കുമ്പോൾ തന്നെ അത് തീരും. ഒരു 1000 ടൈമാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ ആവർത്തിച്ച് ചാൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിനകത്തുള്ള ആ നെഗറ്റീവായിട്ടുള്ള ഇതുവരെ ഉണ്ടായിട്ടുള്ള പല ചിന്തകളുടെയും ഫലമായ രൂപം കൊണ്ടിട്ടുള്ള ആ ഒരു പാറ്റേണുകൾ പലതും ഈ താങ്ക് യു എന്ന വാക്ക് ഉള്ളിലേക്ക് ചെല്ലുന്നതനുസരിച്ച് ക്ലീൻ ചെയ്തു പോകും. അതാണ് പലർക്കും അതുകൊണ്ട് അതങ്ങോട്ട് നടക്കുമ്പോൾ പലർക്കും അതിനനുസരിച്ചുള്ള ഇമ്പ്രൂവ്മെന്റ് ലൈഫിനകത്ത് ഉണ്ടാകാനുള്ള പ്രധാന കാരണം അതുകൊണ്ടാണ്. ആ ഒരു ക്ലീനിങ് അവിടെ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? സബ് കോൺഷ്യസിന്റെ ആ ഒരു മറ എങ്ങോട്ട് മാറിയിട്ട് നമ്മുടെ ആത്മശക്തിയുടെ വെളിച്ചം നമ്മളിലേക്ക് എത്തുക. ആ ഒരു വെളിച്ചമാണ് ജീവിതത്തിൽ കൂടുതൽ വെളിച്ചം നൽകുന്നത്. അപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക, നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുക, ഡെയിലി അതിന് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. രണ്ടാമത്തത് അഫർമേഷൻസ് ആണ്. ഇപ്പം ഹെൽത്തിന് ഇപ്പോൾ ബുദ്ധിമുട്ടായുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു അഫർമേഷൻ എഴുതിക്കോളൂ. ഈ ഒരു നിങ്ങൾ ഈ താങ്ക് യുവിന്റെ ആ ഒരു മെഡിറ്റേഷന് ശേഷം ആണ് ഈ ഒരു അഫർമേഷൻ ചെയ്യാനുള്ളത്. വളരെ പവർഫുൾ ആയിട്ടൊരു അഫർമേഷൻ ആണ് ഇത്. എല്ലാവരും ചെല്ലണം, എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും. ഞാൻ കരുത്തുറ്റവനും, ലേഡീസ് ആകുമ്പം കരുത്തുറ്റവൾ എന്ന് എഴുതിക്കോണേ. ഞാൻ കരുത്തുറ്റവനും പൂർണ്ണ ആരോഗ്യവാനും ഊർജ്ജസ്വലനുമാണ്. ഞാൻ കരുത്തുറ്റവനും പൂർണ്ണ ആരോഗ്യവാനും ഊർജ്ജസ്വലനുമാണ്. ഞാൻ കരുത്തുറ്റവളും പൂർണ്ണ ആരോഗ്യവതിയും ഊർജ്ജസ്വലയുമാണ്. ഈ താങ്ക് യുവിന്റെ ആ ഒരു മെഡിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം 30 പ്രാവശ്യം നമ്മൾ ഏകാഗ്രമായിട്ട് കണ്ണടച്ച് ഇരുന്ന് ഏകാഗ്രമായിട്ട് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഈ കരുത്തും പൂർണ്ണ ആരോഗ്യവും ഊർജ്ജസ്വലതയും നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. നമ്മുടെ ശരീരത്തിലൂടെ ഫീൽ ചെയ്യണം. ഈ അഫർമേഷൻ പറയുമ്പോൾ എപ്പോഴും നമ്മളത് വിഷ്വലൈസ് ചെയ്ത് നമ്മൾ സ്വയം അത് ഫീൽ ഇവിടെ ചെയ്യണം. നമുക്കിപ്പം ചില അസുഖങ്ങളൊക്കെ ഉണ്ടാകും. നമുക്ക് ചെറിയ അസുഖങ്ങൾ അല്ലെങ്കിൽ അല്പം വലിയ അസുഖങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അന്ന് നമുക്ക് ഊർജ്ജസ്വലമായ ഒരു സമയം ഉണ്ടായിരുന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ. അത് ഓർമ്മിച്ചുകൊണ്ട് ആ ഒരു ഊർജ്ജസ്വലതയെ നമ്മൾ ഈ ഓരോ കരുത്തും ആ പൂർണ്ണ ആരോഗ്യവും ഒക്കെ ഉണ്ടായിരുന്ന സമയത്തെ നമ്മൾ ഓർത്തുകൊണ്ട്
നമ്മൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഈ അഫർമേഷൻ ചെല്ലുക. അത് ആവർത്തിച്ച് ഏകാഗ്രമായിട്ട് 30 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ചെല്ലണം. 30 പ്രാവശ്യം മിനിമം, കൂടുതൽ ചെല്ലിയാലും നല്ലതാണ്. ഫ്രീ ടൈം കൊണ്ട് കൂടുതൽ ചെല്ലിക്കോളൂ. രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു സെഷൻ ചെല്ലുന്നത് എപ്പോഴും നല്ലതാണ്. ഞാൻ കരുത്തുറ്റവനും പൂർണ്ണ ആരോഗ്യവാനും ഊർജ്ജസ്വലമാകും. നമ്മൾ ആ ഒരു ഇത് പറയുകയും മനസ്സിൽ കാണുകയും മനസ്സിൽ നമ്മളെ ആരോഗ്യം നമ്മൾ കാണണം. പൂർണ്ണ ആരോഗ്യത്തോടെ നമ്മൾ നടക്കുന്നത്, നമ്മൾ ഊർജ്ജസ്വലമായിട്ട് ജീവിക്കുന്നതും ഒക്കെ നമ്മൾ കാണണം. നമ്മൾ ഉള്ളുകൊണ്ട് നമ്മൾ മാറണം. നമ്മളെന്ന് പറഞ്ഞൊരു വ്യക്തി ഉള്ളുകൊണ്ട് മാറിയാലേ, അല്ല നമ്മള് ഇത് നമ്മള് ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്ന നല്ല ആരോഗ്യം ഉണ്ടാവും, ഒരു ശരീരം വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യും. സകല നെഗറ്റീവായിട്ടുള്ള ഈ രോഗങ്ങളെ കുറിച്ചുള്ള റിസർച്ച് മറ്റു കാര്യങ്ങളുമായിട്ട് നമ്മൾ സ്വയം നടക്കുക. രോഗങ്ങളെ കുറിച്ച് റിസർച്ച് നടത്താൻ ഡോക്ടേഴ്സ് ഉണ്ട്. നമ്മൾ സത്യത്തിൽ അതിനെക്കുറിച്ച് ഒരുപാട് ഡിസ്കഷൻ നടത്താതിരിക്കുന്നതാണ് നല്ലത്. അവരതിന് കൃത്യമായിട്ട് മരുന്നെന്ന് പറഞ്ഞ് നമ്മൾ ഇത് ചൊല്ലിയിട്ട് ഡോക്ടറെ അടുത്ത് പോയിരിക്കരുതെന്നല്ല എൻ്റെ അർത്ഥം. ഇത് ചൊല്ലുമ്പോൾ ആപ്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി കൃത്യമായുള്ള നമ്മൾ അതിനുള്ള റെമഡീസ് തരും. അതിലൂടെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ സുഖപ്പെടുന്നത്. ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സുഖപ്പെടും. നമുക്ക് കൃത്യമായൊരു വഴി സബ് കോൺഷ്യസ് മൈൻഡ് കാണിച്ചു തരും, ഒരു ഗൈഡൻസ് തരും. നമ്മുടെ ഇന്നർ ഒരു ഡിവൈനായിട്ട് ഒരു ഗൈഡൻസ് നമുക്ക് തരും. അതാണ് ഈ അഫർമേഷൻസിന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് സത്യത്തില് ആ ഒരു മെഡിറ്റേഷൻ തന്നെ നമുക്ക് ഉള്ളിൽ നിന്നുള്ള ഡിവൈൻ പവറുമായിട്ടൊരു കണക്ഷൻ നൽകുന്നുണ്ട്. അത് ആ ഒരു കണക്ഷൻ നമ്മുടെ സബ് കോൺഷ്യസിലുള്ള ഇതുവരെ സൃഷ്ടിച്ചിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള പല പാറ്റേണുകളെയും ഡിലീറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ അഫർമേഷൻസ് വിത്ത് വിഷ്വലൈസേഷനാണ്. അഫർമേഷൻ വിത്ത് വിഷ്വലൈസേഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഒരേ സമയം നമ്മൾ പറയുന്നതിനോടൊപ്പം തന്നെ വിഷ്വലൈസേഷൻ ചെയ്യണം. അതാണ് ഹെൽത്തിന്റെ. അതുപോലെ തന്നെയാണ് വെൽത്ത്, അട്രാക്ടിങ് അബണ്ടൻസിന്റെ 3 അഫർമേഷൻ ഞാൻ കഴിഞ്ഞ സെഷനിൽ തന്ന നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾ ചെല്ലുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം അതിനോടൊപ്പം തന്നെ ഈ ഒരു അഫർമേഷനും എഴുതിക്കോളും. അതും ഇതുപോലെ കഴിവതും 30 പ്രാവശ്യം താങ്ക് യുവിന്റെ പ്രാക്ടീസിന് ശേഷം ചെയ്യണം. താങ്ക് യുവിന്റെ പ്രാക്ടീസ് എല്ലാവരും ചെയ്യുന്നവരും ഉറപ്പ് വരുത്തണേ. ലൈഫിനകത്ത് ഇമ്പ്രൂവ്മെന്റ് വരുത്താൻ വേണ്ടിയാണ്. ഞാൻ സമൃദ്ധിയാണ്, എനിക്ക് സമ്പത്തിന് അർഹതയുണ്ട്. ഞാൻ സമൃദ്ധിയാണ്, എനിക്ക് സമ്പത്തിന് അർഹതയുണ്ട്. അത് പറഞ്ഞാൽ നമ്മൾ എന്താണോ അതാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുക എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലായി, നമ്മൾ എന്താണോ നമ്മൾ ഉള്ളിൽ നിന്ന്, നമ്മളെല്ലാം മനസ്സുകൊണ്ട് ഉള്ളുകൊണ്ട് ഭയങ്കരമായ ദാരിദ്ര്യമായിട്ട് ജീവിക്കുകയും ചെയ്യും. ഉള്ളുകൊണ്ട് പൈസയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ടെൻഷൻ, നമ്മൾ പൈസ ചെലവാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ടെൻഷൻ, പണം വരുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പേടി. ഇതെല്ലാം ഉള്ളിനെ സൂക്ഷിക്കുകയും ചെയ്യുന്ന വലിയ പണക്കാരനാവുകയും ചെയ്യും. പൈസ കൈകൊണ്ട് തൊടുന്നതിനെ ചിലർക്ക് പേടിയുള്ളവരുണ്ട്. പൈസയായിട്ട് ഒരു ബന്ധമില്ലാതെ എന്നാൽ പണം നല്ല രീതിയിൽ വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യും. എന്നാൽ പൈസ കൈകാര്യം ചെയ്യുമ്പോൾ അത് ഭയങ്കര ടെൻഷനോടുകൂടി കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട്. ചെലവാക്കുമ്പോൾ ടെൻഷൻ അടിക്കുന്ന ആളുകളുണ്ട്. അത് ഉള്ളാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള വാട്ട് യു ആർ. അങ്ങനെ നിന്നുകൊണ്ട് നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും, എനിക്ക് പണം വരുന്നില്ല, എനിക്ക് മറ്റുള്ളവരെ പോലെ എനിക്ക് പൈസ ഉണ്ടാക്കാൻ കഴിയുന്നില്ല, പൈസ സേവ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് നമ്മൾ പരിതപിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഉള്ളുകൊണ്ട് മാറണം. അപ്പം ഞാൻ സമൃദ്ധിയാണ്. പണം കൈകാര്യം ചെയ്യുന്ന ആ ഒരു സെഷനെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ തന്നെ അതിനകത്ത് പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഞാൻ സമൃദ്ധിയാണ്. നമ്മൾ ഉള്ളുകൊണ്ട് തന്നെ സമൃദ്ധമാകാൻ നമുക്ക് കഴിയണം. ഞാൻ സമൃദ്ധിയാണ്, എനിക്ക് നല്ല സമ്പത്തിന് അർഹതയുണ്ട് എന്ന് എഴുതിക്കോളൂ. അർഹതയുടെ ഒരു കുറവാണ് പലർക്കും ഉണ്ടാകുന്നത്. ഉള്ളിനകത്ത് അർഹതയില്ല, എനിക്കിതൊന്നും നല്ലതെന്ന് എനിക്ക് പറഞ്ഞിട്ടില്ല എന്നൊക്കെ അങ്ങ് പറഞ്ഞു വയ്ക്കും. എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ട് ജീവിതത്തിനകത്ത് സംഭവിക്കുമ്പോൾ ഉടനെ പറയുന്ന പോയിന്റുകളാണത്. നല്ലതെന്ന് നമുക്ക് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിയും. ഇതൊന്നും സബ് കോൺഷ്യസ് ഓക്കെ, എന്നാ പിന്നെ ശരി, അതുകൂടെ അങ്ങ് എടുത്ത് സ്റ്റോർ ചെയ്ത് നമ്മൾ എന്ത് പറയുന്നോ കേൾക്കുന്നതും സകലതും അത് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുകൂടെ കൂട്ടി വേറെ അങ്ങനെ 10 പ്രാവശ്യം പറയുമ്പോൾ എന്ത് ചെയ്യും? അത് പുതുതായിട്ടൊരു പാറ്റേൺ നെയ്ത് റെഡിയാക്കി വയ്ക്കും. അപ്പൊ പൈസയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു പണം വരാനുള്ള ഒരു സംവിധാനത്തിൽ എന്തെങ്കിലും ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്യുമ്പോഴും വരില്ല. ഈ ഓഹരി വിപണിയിലൊക്കെ കണ്ടിട്ടില്ലേ? ഈ ഓഹരി വിപണിയിലൊക്കെ ഉള്ള സുഹൃത്തുക്കളൊക്കെ കാണാറുണ്ട്. അതായത് അവർ ചില ആളുകൾ വലിയ രീതിയിൽ പൈസ ഉണ്ടാക്കും, വളരെ ചുരുക്കം ചില ആളുകൾ. എന്നാൽ ബാക്കിയുള്ളവർ ഈയാമ്പാറ്റകളെ പോലെ എന്ത് ചെയ്യും? ഇത് കണ്ടിട്ട് അവർ ചെയ്യുന്നത് പോലെ ചെയ്യും.
അവർക്ക് ഒരിക്കലും പൈസ വരില്ല. അവരുടെ ആഗ്രഹം, ഈ വ്യത്യാസം എവിടെയാണ്? രണ്ടുപേരുടെയും ഉള്ളുകൊണ്ടുള്ള വ്യത്യാസമാണ്. അത് മനസ്സിലാക്കണം. അബണ്ടൻസ് മൈൻഡ് സെറ്റ് ഉള്ളവർക്കേ പൈസ വരുള്ളൂ. അവർ ഇങ്ങനെ അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റും അതെല്ലാം ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ അവർ വിചാരിക്കും നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല, നമ്മളെങ്കിൽ പിന്നെ ആ ഷെയർ വാങ്ങിക്കളയാം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഷെയർ വാങ്ങുന്നതിന് അന്ന് ആ ഷെയർ ഇടിക്കും എന്ന് തന്നെ അവർ തന്നെ പറയാറുണ്ട്. കാര്യം ഇതാണ്, ഉള്ളുകൊണ്ട് സ്കെഴ്സിറ്റി മൈൻഡ് സെറ്റ് ആയിട്ടിരിക്കുമ്പോൾ ഒരിക്കലും സാമ്പത്തികമായിട്ടുള്ള അത് മാറ്റിയാൽ മതി. ഉള്ളിൽ മാറ്റം വരുത്തണം. സമ്പത്തിന് നമ്മൾക്കും അർഹതയുണ്ട്. വലിയ രീതിയിലുള്ള സമ്പത്തിന് എനിക്ക് അർഹതയുണ്ട്. ഞാനും എല്ലാവരെ പോലെയും തന്നെയാണ് എന്ന് നമ്മൾ സ്വയം ഉള്ളുകൊണ്ട് മാറണം. എനിക്ക് എല്ലാവരെ പോലെ സാമ്പത്തികമായിട്ട് ഉയർന്ന ജീവിതം നയിക്കാൻ എനിക്ക് ആഗ്രഹം മാത്രമല്ല, ഞാൻ അങ്ങനെ അർഹതയുണ്ട്. ആ ഒരു അർഹതയാണ് പ്രധാനം. അങ്ങനെ നിവർത്തിയില്ലാതെ പിന്നെ ഭാഗ്യമാണെന്ന് പറഞ്ഞ് അങ്ങ് ഒഴിയും. ഈ കൊടുക്കുന്ന ഭാഗ്യമൊന്നുമല്ല, ഉള്ളിൽ ഈ സബ് കോൺഷ്യസ് മൈൻഡ് സൃഷ്ടിച്ച് വെച്ചിരിക്കുന്ന പാറ്റേണും പ്രോഗ്രാമിനനുസരിച്ച് മാത്രമേ ലൈഫിനകത്ത് വരുള്ളൂ. പൈസ ആയാലും റിലേഷൻഷിപ്പ് ആയാലും ഹെൽത്ത് ആയാലും എന്തായാലും ശരി തന്നെ. അപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലും അത് തന്നെയാണ് പ്രധാനം. റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടും ഇത് തന്നെയാണ്. കുഞ്ഞുനാളിൽ മുതൽ ചുറ്റുവട്ടത്ത് കാണുന്ന പല നെഗറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാഴ്ചകളും അല്ലെങ്കിൽ മെസ്സേജുകളും സംസാരങ്ങളും എല്ലാം കേട്ട് നെഗറ്റീവായിട്ടുള്ള പല പല പാറ്റേണുകൾ ഉള്ളിൽ നെയ്ത് വെച്ചിട്ട് നമുക്ക് വലുതാകുമ്പോഴത്തേക്ക് നമുക്കൊരു റിലേഷൻഷിപ്പ് നല്ലത് കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്നതാണ്. അതിന്റെ കാരണം നമ്മൾ ആഗ്രഹിക്കുന്നതല്ല, ഉള്ളിനകത്തുള്ളതിന്റെ റിഫ്ലക്ഷനാണ് വരുന്നത്. എപ്പോഴും അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. അപ്പൊ റിലേഷൻഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പവർഫുൾ ആയിട്ടൊരു അഫർമേഷനും കൂടി ഈ ഒരു സെഷന്റെ ഭാഗമായിട്ട് എഴുതിക്കോളൂ. ഞാൻ സ്നേഹത്തിനും മികച്ച ബന്ധങ്ങൾക്കും അർഹമാണ്. അർഹനാണ്, അർഹയാണ്, ഏത് വേണമെങ്കിലും എഴുതാം. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറയണം. നമ്മൾ ഉള്ളുകൊണ്ട് കുറെ പറയുമ്പോൾ നമുക്ക് മാറ്റം ഉണ്ടാകുന്നതാണ്. ക്രമേണ ഉള്ളുകൊണ്ട് മാറുന്നതനുസരിച്ച് റിലേഷൻഷിപ്പിലും സാമ്പത്തിക അവസ്ഥയിലും എല്ലാം മെച്ചപ്പെടും, ആരോഗ്യത്തിലെല്ലാം മെച്ചപ്പെടും നമുക്ക് കാണാൻ പറ്റും. പറഞ്ഞ അകത്തിന്റെ റിഫ്ലക്ഷനാണ് പുറത്ത് വരുന്നത്. അകം കൊണ്ട് മാറാതെ നമ്മൾ പുറത്ത് മനസ്സുകൊണ്ട് മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അതാണ് പറയുന്നത്. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നതല്ല നമുക്ക് കിട്ടുന്നത്, നമ്മൾ എന്താണോ അതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ എന്താണോ എന്നുള്ളത് മാറ്റുവാനായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും പരിശ്രമം. നിങ്ങൾ ഒരിക്കലും അത് കേട്ടിട്ട് വിഷമിക്കണ്ട. നമ്മൾ ഇതുവരെ ആയിട്ടുള്ള അങ്ങനെയല്ല. നമ്മൾ അതിനുവേണ്ടിയാണല്ലോ പ്രാക്ടീസുകൾ തരുന്നത്. ഇപ്പം മാറ്റാൻ പറ്റും. അത് മാറണമെന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട്. ആരും ഇങ്ങനെ സ്റ്റക്കായി കിടക്കണമെന്നോ ദാരിദ്ര്യപ്പെട്ട് കിടക്കണമെന്നോ കഷ്ടപ്പെടണമെന്നൊന്നും ആഗ്രഹിക്കുന്നത്. അതൊന്നും എല്ലാവരും എത്രയും വേഗം ശരിയായി വന്നെങ്കിൽ എന്നാണ് അത് ആഗ്രഹിക്കുന്നത്. എല്ലാവരും ഒന്ന് പെട്ടെന്നൊന്ന് കരകയറി ഇതിൽ നിന്നൊക്കെ ഒന്ന് കരകയറി വന്നെങ്കിൽ എന്നാണ് നമ്മുടെ ഈ മഹാശക്തി ആഗ്രഹിക്കുന്നത്. പ്രപഞ്ച മഹാശക്തി, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബ്രഹ്മശക്തി, നമ്മുടെ ഉള്ളിലുള്ള ഒരു വലിയൊരു ദൈവിക ശക്തി ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യനൂടെ കഷ്ടപ്പെടരുതെന്നാണ്. അത് ഇത്രയും പെട്ടെന്ന് അവരവർക്ക് തന്നിട്ടുണ്ട് ഒരു ബോധ മനസ്സ്, ഫ്രീ വിൽ എന്ന് പറയും. ഫ്രീ ആയിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവ്. ആ ചിന്തയുടെ കഴിവിനെ ഉപയോഗിച്ച് നിങ്ങൾ ഉള്ളിനെ ക്ലീൻ ചെയ്ത് നിങ്ങൾ ഇത്രയും പെട്ടെന്ന് കയറി വരും, ഞാൻ സപ്പോർട്ട് ചെയ്യാന്നാണ് അത് പറയുന്നത്. ആ ഒരു തിരിച്ചറിവിലേക്കാണ് നമ്മൾ എത്താനുള്ളത്. നിഷേധിക്കാതെ എല്ലാവർക്കും പറ്റും. ജീവിതത്തിന്റെ ഏതൊരു അവസ്ഥയിലാണെങ്കിലും കരകയറി വരാൻ പറ്റും. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞ ഞാൻ സ്നേഹത്തിനും ബന്ധങ്ങൾക്കും അർഹമാണ് എന്നാണ്. ഞാൻ സ്നേഹത്തിനും നല്ല ബന്ധങ്ങൾക്കും അർഹമാണ്. ഈ അർഹത എന്നുള്ളത് നമ്മൾ ഉള്ളിൽ പറഞ്ഞുറപ്പിക്കേണ്ട സംഗതിയാണ്. എനിക്ക് എല്ലാവരും പോലെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള പെർഫെക്റ്റ് ആയിട്ടൊരു ജീവിതം നയിക്കാനുള്ള ഒരു അർഹത എനിക്കുണ്ട്. അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇത് ഒരു ഫോർമലായിട്ട് മാത്രമല്ല, നമ്മളത് നമ്മൾ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ സാധാരണ പറയുന്ന പോലെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മൾ സംസാരത്തിന്റെ ഭാഗമാക്കണം. അതുപോലെ തന്നെയാണ് ഇത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ഒരു പ്രാക്ടീസുകൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളെന്ന് പറയുന്നൊരു മനുഷ്യൻ എപ്പോഴും നല്ല ആളുകളായിരിക്കാൻ ശ്രമിക്കണം. മൂല്യബോധമുള്ള, മാനുഷികമായിട്ട് അത് നല്ല മനുഷ്യൻ എന്ന് പറയുന്നത്, നല്ല ക്യാരക്ടർ നമ്മൾ പഠിച്ചല്ലോ. നമ്മുടെ യൂണിവേഴ്സൽ ലോസ് ഒക്കെ പഠിച്ചല്ലോ. ആ യൂണിവേഴ്സൽ ലോസിന് കൃത്യമായി ഫോളോ ചെയ്യുമ്പോൾ നല്ല മനുഷ്യരാകും. യൂണിവേഴ്സൽ ലോസ് കൃത്യമായി ഫോളോ ചെയ്യുന്നവരെല്ലാം നല്ല മനുഷ്യരാകും സ്വാഭാവികമായി. ഒരു നന്മകളെല്ലാം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളിനകത്തുള്ള നെഗറ്റിവിറ്റി എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് മാറും. അത് നമ്മളെ മാറ്റും. ഉള്ളുകൊണ്ട് നമ്മളെന്ന് പറയുന്ന ആ ഒരു നിലവിലുള്ള അവസ്ഥയെ മാറ്റി ബെറ്റർ ആയിട്ട് ആക്കി തരും.
താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. താങ്ക് യു. എന്തെങ്കിലും ഭവ്യ പറയും. സർ പറഞ്ഞോളൂ. സർ നമ്മൾ ഈ അഫർമേഷൻസ് ഒത്തിരി വർഷങ്ങളായിട്ട് ഒരേ അഫർമേഷൻസ് തന്നെ ചൊല്ലാം, അങ്ങനെ ഉണ്ടോ? അത് സബ് കോൺഷ്യസ് മൈൻഡ് റിജക്ട് ചെയ്യുന്നൊക്കെ ചിലർ പറഞ്ഞ് കേൾക്കാറുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? അങ്ങനെയൊന്നുമില്ല. നമുക്ക് റിജക്ഷൻ എന്ന് പറയുന്ന സംഗതി ഒന്നുമില്ല. സബ് കോൺഷ്യസ് മൈൻഡ് അതെല്ലാം സ്വീകരിക്കുകയുള്ളൂ. നമ്മൾ ഹീലിംഗിന്റെ ഒരു പറഞ്ഞ അഫർമേഷൻസ് നിങ്ങൾ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 90 ദിവസമൊക്കെ ചൊല്ലിയാൽ മതി ഒരു അഫർമേഷൻ. അല്ല, ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. മുന്നേ കുറെ ആൾക്കാരുടെ വീഡിയോസ് കാണാറുണ്ടായി, അപ്പൊ കണ്ടതാണ്. ഇപ്പൊ സാറിന്റെ മാത്രമാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതിൽ കണ്ടപ്പോ എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, അത് ചോദിച്ചത്. ഇല്ല നമുക്ക് എത്ര വേണമെങ്കിലും ചെല്ലാം, കുഴപ്പമൊന്നുമില്ല. അഫർമേഷൻസ് അല്ലേ, അത് കരുത്തുറ്റതാണ്. നമുക്ക് എപ്പോഴും ചില അഫർമേഷൻസ് നമ്മുടെ മനസ്സിന്റെ മൈൻഡ് പവർ വർദ്ധിപ്പിക്കാൻ വേണ്ടി റിപ്പീറ്റ് ചെയ്ത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ. പിന്നെ നമ്മൾ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ തന്നെയാണെങ്കിലും നമ്മൾ എന്താണോ ചൊല്ലുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആയ സിറ്റുവേഷൻ ചില ടൈമിൽ ലൈഫിൽ വരുമ്പോ പിന്നെ നമ്മൾ എങ്ങനെയാ പെട്ടെന്ന് അപ്പൊ നമ്മളോടത് മറന്നു. അപ്പൊ കുറെ നാളത് ചൊല്ലിക്കഴിഞ്ഞാലും ചില നെഗറ്റീവ് സാഹചര്യം വരുമ്പോ ഞാനത് ഇതാണ് ഫോളോ ചെയ്യുന്നുള്ള ആ ഒരു മൊമെന്റിൽ മറന്നു. അപ്പം നമ്മൾ അറിയാതെ റിയാക്ട് ചെയ്തു. പിന്നെയാണ് ഓർമ്മ വരുന്നത്, ഓക്കെ ഞാൻ ഇങ്ങനെ ആയിരുന്നല്ലോ. പെട്ടെന്ന് അത് റിക്കവർ ആവും. പക്ഷെ എന്നാൽ ആ ഒരു ടൈം പെട്ടെന്ന് അത് ഓർമ്മയിലേക്ക് വരില്ല, ആ ഒരു പെർട്ടിക്കുലർ ടൈം. അതെങ്ങനെയാ സാർ ഒന്ന് ഓവർകം ചെയ്യാം? ഇല്ല, അത് പറഞ്ഞല്ലോ, വൈബ്രേഷൻ ഉയരുന്നതനുസരിച്ച് നമുക്ക് അത്തരം സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. നമ്മൾ വൈബ്രേഷൻ താഴ്ന്നിരിക്കുന്നത് കൊണ്ടാണ്. അതിനാണ് ഈ പന്ത്രണ്ട് മെഡിറ്റേഷൻസ് ഒക്കെ നന്നായിട്ട് ചെയ്താൽ മതി. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. അപ്പൊ പക്ഷെ വൈബ് താഴ്ന്നിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് പെട്ടെന്ന്. പക്ഷെ അത് ക്രമേണ നമ്മളൊന്ന് ഹീലായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു മനസ്സിൽ നിന്ന് പെട്ടെന്ന് റിയാക്ട് ചെയ്യാനുള്ള ഒരു മനോഭാവമൊക്കെ മാറിയിട്ട് പിന്നെ നമുക്ക് ആലോചിച്ച് നമ്മൾ ചെയ്യുള്ളൂ കേട്ടോ. അപ്പൊ വൈബ് അങ്ങനെ ദേഷ്യം പെട്ടെന്ന് വരുന്നുണ്ട്, മനസ്സിലാക്കിയോളൂ. കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. വൈബ് താഴ്ന്നിരിക്കുകയാണ് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കാൻ കഴിയണം അതിലൂടെ. താങ്ക് യു. സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്നാണ് ഞാൻ കരുതുന്നത്. താങ്ക് യു ബാബി. താങ്ക് യു. ഇനി പറയൂ. താങ്ക് യു സാർ. എനിക്ക് ചോദിക്കാനുള്ളത്, എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ താങ്ക് യു മെഡിറ്റേഷൻ ചൊല്ലണോ, അതെയോ അതൊരു ശീലമായിട്ട് ദിവസവും ചൊല്ലണോ എന്നുള്ളതാണ്. താങ്ക് യു മെഡിറ്റേഷൻ. താങ്ക് യുവിന്റെ മെഡിറ്റേഷൻ നമ്മൾ എല്ലാ ദിവസവും ചെല്ലേണ്ട ഒരു പ്രാക്ടീസാണ്. കാര്യം പറഞ്ഞാൽ ഇതൊരു ഹീലിംഗ് പ്രാക്ടീസ് മാത്രമല്ല, ക്ലെൻസിങ് പ്രാക്ടീസും കൂടിയാണ്. ക്ലീനിങ് പ്രാക്ടീസാണ്. അപ്പോ നമ്മളിപ്പോ വീട്ടില് ക്ലീൻ ചെയ്യാൻ വീടും പരിസരവും ഒക്കെ തൂക്കുമല്ലോ. നമ്മൾ വീടും ആകവും പുറമൊക്കെ നമ്മൾ തൂക്കുമല്ലോ, ഡെയിലി ചെയ്യുന്നത്. അതുപോലെയാണ് നമ്മുടെ സത്യത്തിൽ നമുക്ക് പറഞ്ഞല്ലോ, നമ്മൾ ഒരേ സമയം നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഒരേ സമയം 2 ബോഡി ഉണ്ടെന്ന് കണക്കാക്കുക. അതാണ് പറഞ്ഞത്, 2 വശം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഒരു ഈഗോ സൈഡും ഒരു സ്പിരിച്വൽ സൈഡും ഉണ്ടെന്ന് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. അത് നമ്മൾ ഈഗോ സൈഡും സ്പിരിച്വൽ സൈഡും ഉണ്ട്. അപ്പൊ ഈഗോ സൈഡ് നമ്മുടെ നമ്മുടെ ഈ ബോഡിയിൽ നമ്മുടെ മനസ്സുമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ സൈഡ് എന്ന് പറഞ്ഞാൽ അത് ഒരു ബോഡിയായിട്ട് നമ്മൾ കണക്കാക്കിയാൽ അതിനും ക്ലീനിങ് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മളെ ഈഗോ ബോഡിയെ നമ്മൾ ഡെയിലി ബേസിൽ ക്ലീൻ ചെയ്യാനും കുളിക്കാനും ക്ലീൻ ചെയ്യാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെ നമുക്ക് അറിയില്ല ഉള്ളിനകത്ത് മറ്റൊരു ബോഡി ഉണ്ടെന്നും അത് നമ്മുടെ ജീവിതത്തിൽ വളരെ നിർണായകമായ ഈ പുറം ലോകത്ത് ഈ ശരീരത്തിനെ മനസ്സിനേക്കാളും പല മടങ്ങ് നിർണായകമായ സ്വാധീനം നമ്മുടെ ജീവിതത്തിലേക്ക് ചെലുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നും ഈ ഒരു ആ ഒരു ബോഡിയുടെ ക്ലീനിങ് കുറഞ്ഞത് കൊണ്ടാണ് പലപ്പോഴും ജീവിതത്തിനകത്ത് പല ബുദ്ധിമുട്ടുകളും ആ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നുള്ളതും പലർക്കും അറിയില്ല. ആ ഒരു കാര്യമാണ് നമ്മളിവിടെ ഒരു ക്ലീനിങ്. സത്യത്തിൽ ഈ താങ്ക് യുവിന്റെ മെഡിറ്റേഷൻ തന്നത് ആ ഒരു പർപ്പസും കൂടിയാണ്. ഉള്ളിലുള്ള ആ ഒരു ശാരീരിക ബോഡിയെ നമ്മൾ ക്ലീൻ ചെയ്യും എന്നുള്ളതാണ് ഉള്ളിലുള്ള ബോഡി. അപ്പൊ അത് പക്ഷെ നമ്മൾ ഡെയിലി കുളിക്കാൻ ശീലം ഉണ്ടെന്നുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അകത്തെ ബോഡിയെയും കുളിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തയ്യാറാകണം. അതിന്റെ അർത്ഥം എന്താണ്? ഡെയിലി ചെയ്യണമെന്നാണ്. അല്ലാത്ത പക്ഷം നമ്മൾ ചുറ്റുവട്ടത്തുമുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ദൈനംദിനം കണ്ടും നമ്മൾ ഒരുപാട് അഴുക്കുകൾ ഉള്ളിനകത്ത് വരും. അത് നമുക്ക് ജീവിതത്തിനകത്ത് ബുദ്ധിമുട്ട് വരുത്തുകയും ചെയ്യും. താങ്ക് യു. സാർ, അതുപോലെ നമുക്ക്
ജോലി ചെയ്യുക, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ എത്ര പ്രാവശ്യം ചൊല്ലാവോ അത്രയും പ്രാവശ്യം ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ഒരു അല്ലേ കുഴപ്പമില്ല, ഡോക്ടർ? നല്ലതാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ പ്രത്യേക സെഷൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഫ്രീ ടൈമിലൊക്കെ ഈ നാവിലൂടെ ഈ ഒരു വാക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കട്ടെ. താങ്ക് യു എന്നോ നിങ്ങൾ പിന്നെ റിലീജിയസ് ആയിട്ട് എന്തെങ്കിലും വാക്കുകൾ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് എന്തായാലും ശരി, ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ബസ്സിൽ ഗ്രാറ്റിറ്റ്യൂഡ് യാത്ര ചെയ്യുമ്പോഴും എവിടെ പോകുമ്പോഴും ഒക്കെ നമുക്ക് ഷുവർ ചൊല്ലല്ലോ. യെസ് ചെയ്യണം. അത് ഓക്കെ, താങ്ക് യു ചെയ്തുകൊണ്ട് സർ. എത്രത്തോളം ചെയ്യുന്നോ അത്രത്തോളം ക്ലീൻ ആയിക്കൊണ്ടിരിക്കും. നല്ലതാണ് അത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. കോഴ്സ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് വീണ്ടും ഓർപ്പിക്കുകയാണ്. നമ്മൾ 17-ാം തീയതി സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ പ്രദീപിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. കൊച്ചു കുട്ടികൾക്കൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. എന്നാലും നിങ്ങൾ എന്തായാലും ആരായാലും ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് പ്രദീപിനോട് ഒന്ന് കോൺടാക്ട് ചെയ്യുകയും സംസാരിക്കുകയും വേണം. നമുക്ക് 1-2 മാനദണ്ഡങ്ങളുണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ. ഇതിന്റെ പർപ്പസ് നമ്മൾ നോക്കും. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത് എന്നുള്ളതിന്റെ പർപ്പസ് നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പം അത് പ്രദീപൻ സംസാരിക്കും. പ്രദീപ് കൃത്യമായിട്ട് ചോദ്യങ്ങൾക്ക് ചോദ്യം ചോദിക്കും. അതുമാത്രം നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും പ്രദീപ് ക്ലാരിറ്റി തരും കോഴ്സിനെ കുറിച്ച്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഈ 17-ാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഡെമോ ക്ലാസ് വെക്കണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ ഓണമൊക്കെ ആയതുകൊണ്ട് പിന്നെ അതിനുള്ള സമയമില്ല. അപ്പോൾ എല്ലാവരും ഒരു അറിയിപ്പായിട്ട് കണ്ടുകൊണ്ട് പ്രദീപിനെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. പ്രദീപ് വേറെന്തെങ്കിലും ഉണ്ടോ? ഇല്ല സാർ, ഇതന്നെ ഉള്ളൂ. കോഴ്സിനെ താങ്ക് യു സോ മച്ച്. ചന്ദ്രല അല്ലേ? ഒരു സെക്കൻഡ് ചന്ദ്രല പറയൂ. സാർ നമസ്കാരം. സാർ നമ്മളിപ്പം ഈ ഒരു പ്രോഗ്രാം നമുക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു എനർജി ലഭിക്കുന്നുണ്ട്, ഒരു എനർജി വൈബ്രേഷൻ സ്വീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിലൂടെ, ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നതെല്ലാം നമ്മളിലൊരു എനർജി ഒരു ട്രാൻസ്ഫർ നടക്കുന്നുണ്ടല്ലോ അല്ലെ? അതൊരു ഇമോഷനായിട്ട് നമ്മളെ ബാധിക്കുന്നുണ്ടല്ലോ അല്ലെ? തീർച്ചയായിട്ടും ഞാനത് പറയുന്നതാണ്, എപ്പോഴും പറയുന്നുണ്ട്. താങ്ക് യു ചന്ദ്ര, അത് എടുത്തു പറഞ്ഞത്. കാരണം ഒരു ട്രെയിനിങ് ആണ് നടക്കുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നത്, നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിനകത്ത് തന്നെ ഇപ്പൊ 1 മണിക്കൂർ ഇരിക്കുമ്പോൾ എനർജി ഫീൽ ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന് കമന്റ് ചെയ്യുക. കാണാൻ ഒരു സന്തോഷം കേട്ടോ. ഒരു എനർജി ലഭിക്കുന്ന, ഒരു സന്തോഷം കിട്ടുന്നു എന്ന് ഫീൽ ചെയ്യുന്നവരുണ്ട്. അതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണത്? നമ്മളിവിടെ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി, നല്ല ഇന്റൻഷൻ, നല്ല നന്മ പഠിക്കാനും, ഒരു സത്സംഗമല്ലേ ഇത്. നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ നല്ല സതുദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ. അതേസമയം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഞാനവരെ കുറ്റപ്പെടുന്നത് നല്ലതാണ്. സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോസ് ആയാലും എല്ലാം പോകുന്നത്. അതിന്റെ ഒരു നല്ല വശമാണത്. അതേസമയം അവിടെ വിവിധ തരത്തിലുള്ള ആളുകളുണ്ട്. അത് വിവിധ തരത്തിലുള്ള പോസ്റ്റുകൾ വരുന്നുണ്ട്, വിവിധ തരത്തിലുള്ള കമന്റുകൾ വരുന്നുണ്ട്, വിവിധ എനർജി ലെവലിലുള്ള ആളുകളുണ്ട്. നമ്മളിപ്പോ കൂടിയിരിക്കുന്നതിന്റെ ഇത്രയും ഒരാൾ ഒരു പർട്ടിക്കുലർ എനർജി ലെവലിലേക്ക് എത്തിയിരിക്കുന്ന ആളുകളെല്ലാം അവിടെ എന്ന് പറഞ്ഞാൽ ലോ ലെവലിലുള്ള എനർജിയുള്ള ആളുകളോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ എനർജി അവർ ട്രെയിൻ ചെയ്തുകൊണ്ട് പോകും. അപ്പൊ നമ്മളെ എപ്പോഴും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ നമ്മൾ വളരെ സെൻസർ ചെയ്ത് മാത്രം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യണം. ഇനി എന്തെല്ലാം പറഞ്ഞാലും, നമ്മൾ ഇനി എന്ത് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ചാലും ശരി തന്നെ, ഞാൻ പേഴ്സണലി എൻ്റെ ഉള്ളിനെ, ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തിയെ സംരക്ഷിക്കേണ്ട എൻ്റെ പേഴ്സണൽ കടമയാണ്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഞാനതുകൊണ്ട് സെൻസർ ചെയ്ത് എൻ്റെ കാഴ്ചകളും എൻ്റെ കേൾവി എന്താണെന്നുള്ളത് ഞാൻ ഉറപ്പാക്കും എന്നുള്ളത്. അതാണ് ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തം നമുക്ക് ചെയ്യാനുള്ളത്. ചുറ്റുവട്ടത്ത് എന്ത് കാണണം, കേൾക്കണം എന്നുള്ളത് തിരഞ്ഞെടുത്ത് നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി നിങ്ങളെ മനസ്സുപയോഗിച്ച് നിങ്ങളെ ചിന്തകളെ നിങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോയി നിങ്ങൾ എത്രയും പെട്ടെന്ന് കരകയറും, രക്ഷപ്പെടുമെന്നാണ് സത്യത്തിൽ ഈ ഒരു പ്രപഞ്ചശക്തി ഓരോ മനുഷ്യരോടും ആവശ്യപ്പെടുന്നത്. അത് നമ്മളോട് അപേക്ഷിക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അതിനെയൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ വളരെ നെഗറ്റീവായിട്ട് നമ്മുടെ താൽക്കാലിക രസം, മറ്റുള്ളവർ ഫൈറ്റ് ചെയ്യുന്നത് കാണാൻ, വഴക്കൂടുന്നത് കാണാൻ, അല്ലെങ്കിൽ അവരുടെ നെഗറ്റീവ് കമന്റ് ഒരാളെ കുത്തി നോവിക്കുന്നത് കാണാൻ, അതിന്റെ കമന്റുകളൊക്കെ പോയി കിടന്ന് കണ്ട് രസിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ആ കമന്റുകളും അങ്ങനെയുള്ള കുറെ നെഗറ്റീവ് വാർത്തകളൊക്കെ കണ്ടിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ്? നമ്മളങ്ങ് വിടുന്നില്ലാത്ത അസ്വസ്ഥത വരും. നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഒരു എനർജി അല്ല, അവിടെ നമ്മൾ അസ്വസ്ഥപ്പെടുന്ന ട്രെയിൻ ചെയ്ത് പോകുന്നതാണ്, എനർജി ഒഴുകിപ്പോ. അത് എന്നിട്ട് ഇതുപോലുള്ള ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ക്ലാസ്സുകൾ, ഇപ്പൊ എൻ്റെ അല്ലെന്നുണ്ട് വേറെ നിങ്ങൾ ഇഷ്ടമുള്ള ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകൾ പോയി അറ്റൻഡ് ചെയ്തിട്ട്
നിങ്ങൾ ആ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ക്രമേണ ഈ ഒരു സെറ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ വൈബ്രേഷൻ സെറ്റ് പോയിന്റ് ഉയർന്നു നമ്മുടെ ഉള്ളുകൊണ്ട് മാറും. ഉള്ളുകൊണ്ട് നിന്നുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ് എനിക്ക് ബെറ്റർ ആയിട്ടൊരു ബിസിനസ്, ഇനി ബെറ്റർ ആയിട്ടൊരു റിലേഷൻഷിപ്പ്, ഇനി ബെറ്റർ ആയിട്ട് കുറച്ച് നല്ല ശമ്പളമുള്ള ജോലി, അല്ലെങ്കിൽ എൻ്റെ നിലവിലുള്ള ജോലി സാഹചര്യം മാറണം, എൻ്റെ കുറച്ചുകൂടെ സമാധാനമുള്ള ജോലി അന്തരീക്ഷം എൻ്റെ ഓഫീസിൽ ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അപ്പൊ നമ്മൾ വാട്ട് യു ഗെറ്റ് വാട്ട് യു ആർ. അപ്പൊ നിങ്ങൾ എന്താണോ അത് നിങ്ങൾക്ക് കിട്ടും. അതേസമയം നമ്മൾ ഉള്ളുകൊണ്ട് വളരെ നെഗറ്റീവായിട്ട് ഉള്ളുകൊണ്ട് സൃഷ്ടിച്ചു വയ്ക്കുകയും നമ്മൾ ആഗ്രഹിക്കുന്ന നല്ല ജീവിതമാണെന്നുണ്ടെങ്കിൽ സോറി എന്ന് തന്നെ പറയുമെന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇത് ആരംഭിച്ചവരൊക്കെ മില്യൺസും ബില്യൺസും ഏൺ ചെയ്യുമ്പോൾ അവര് ഇന്ന് ലോക രാഷ്ട്രങ്ങളിലുള്ള നിരവധി സാധാരണക്കാരെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ് ഇവര്. അവരുടെ മൈൻഡിൽ തന്നെ ഡിസ്ട്രോഷനും അതുപോലെയുള്ള സ്ട്രെസ് അല്ലെ, അങ്ങനെ ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വലിയ ഒരു നെഗറ്റീവ് എഫക്റ്റ് കൊണ്ടുവരുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയ സ്റ്റാർട്ട് ചെയ്ത ആളുകളുടെ കാര്യമാണ് പറയുന്നത്. അതെ. മാർക്ക് സക്കർബർഗ് അതിലൂടെ മില്യൺസും ബില്യൺസും ഏൺ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരും ഇപ്പം 99% ആൾക്കാരും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവർക്ക് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും അവര് കാണുന്നതിലൂടെയും വീഡിയോകൾ അറ്റൻഡ് ചെയ്യുന്നതിലൂടെയും അവരറിയുന്നില്ല അവർക്കുണ്ടാകുന്ന ഒരു എനർജി ഡ്രെയിനിങ് അതുവഴി അവരിലേക്ക് ഉണ്ടാകുന്ന വലിയൊരു ലോസ് തന്നെയാണെന്ന് ചിലപ്പോൾ തോന്നിപ്പോകാറുണ്ട്. ശരിയല്ലേ സാർ? തീർച്ചയായിട്ടും. കാരണം പറഞ്ഞാൽ പക്ഷെ എന്നാലും ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കൂടി ഈ ഒരു സോഷ്യൽ മീഡിയയിൽ കൂടി നമ്മൾ അതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട്. അത് ആ ഒരു പോസിറ്റീവ് സൈഡും നല്ല രീതിയിൽ ഉപയോഗിച്ച് ബിസിനസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. ആ ഒരു അങ്ങനെ അവർക്ക് പക്ഷെ അവർക്ക് അതിന്റെ ഒരു ഗുണം അതിന്റെ ഫൗണ്ടേഷന് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനാണ് അവരിലേക്ക് അവർ വരുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഞാൻ ഇന്നാളൊരു വീഡിയോ കണ്ടതാണ് സാർ. നമ്മുടെ ഫോണിൽ ഗാലറിയിൽ എങ്ങനെ വീഡിയോസ് ഒന്നും വെക്കരുത് പറയുന്നത് ശരിയാണോ? എങ്ങനത്തെ വീഡിയോ? അതായത് നമ്മൾ മറ്റുള്ളവർ ഇത് വരും ഒരു ലൈഫ് കോച്ച് പറഞ്ഞ കണ്ടത് നമ്മൾ കഴിവതും വീഡിയോസ് ഒരു തരത്തിലും വീഡിയോ ഇപ്പൊ സ്റ്റാറ്റസ് അതുപോലത്തെ വീഡിയോസ് നമ്മൾ വെക്കരുതെന്ന് പറയുന്നുണ്ട്. പേഴ്സണൽ ആയിട്ടുള്ളത് കുഴപ്പമില്ല, അല്ലാണ്ട് മറ്റുള്ളവരുടെ ഇത് വെക്കരുതെന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ വളരെ ലോ ലെവലിലുള്ള വീഡിയോസ് നമ്മൾ കഴിവതും അകന്നു നിൽക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ല നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ഫോണിലൊന്നും ഇരുന്ന് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ വാട്സാപ്പിൽ കുറെ വീഡിയോസ് ഒക്കെ കിട്ടുമല്ലോ സാറേ, അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കാം. തീർച്ചയായിട്ടും ഭയങ്കര നെഗറ്റീവായിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ വയ്ക്കുമ്പോൾ ആ നെഗറ്റീവായിട്ടുള്ള വീഡിയോസിന് ഒരു വൈബ് ഉണ്ട്. ആ വൈബ് നമ്മളെ ചിലപ്പോൾ സ്വാധീനിച്ചേക്കാം ചില ലോ വൈബിലുള്ള വ്യക്തികളെ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. താങ്ക് യു. സുബീഷ സമയം കഴിഞ്ഞു. സുബീഷ് പെട്ടെന്ന് വെച്ചോളൂ ക്വസ്റ്റ്യനോട്. സാർ ഞാൻ പറയാൻ വന്നതേ നമ്മളിപ്പോ ഈ ആഴ്ചയിലും നമ്മളിങ്ങനെ ലൈവ് വെക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഈ താങ്ക് യു മെഡിറ്റേഷൻ ഇതൊക്കെ ഈ നമ്മളെ കൂട്ടത്തിലുള്ള ആളുകൾ ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് പുരോഗതി ഉണ്ടാവുന്നുണ്ടോ? അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഒരു അനലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു 3 ആഴ്ച കൂടുമ്പോഴൊക്കെ അല്ലെ മന്ത്ലി ഒരു പ്രാവശ്യം ഈ ആളുകളെ ഒരു ഇതും കൂടി എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഗുണം ഉണ്ടായിരുന്നു. സാർ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് സാർ ഇല്ല അത് അവരെ എടുക്കുമ്പോ അവർ കിട്ടും. സുബീഷ് ചെയ്യുന്നുണ്ട്. എനിക്ക് ആദ്യം അത് പറ. ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പൊ ചെയ്തപ്പോ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു ജോലിയിലൊക്കെ. ജോലിയിൽ ഞാൻ സെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ സെയിൽസിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ മുമ്പത്തെ മാസമൊക്കെ. അപ്പൊ ഞാൻ ഇങ്ങനെ ഡെയിലി വിഷ്വലൈസ് ചെയ്യുക ഈ താങ്ക് യു മെഡിറ്റേഷൻ ഒക്കെ ചെയ്തപ്പോ എനിക്കിപ്പോ ജോലിന്റെ ഭാഗത്ത് നിന്ന് ഭയങ്കര മാറ്റം വന്നു. എന്റെ ബോസൊക്കെ എന്നോട് ആദ്യം ഭയങ്കര മോശമായി പെരുമാറി. ഓലൊക്കെ ഇപ്പൊ നല്ല കഴിഞ്ഞ മാസം ഞാന് ഒരു അച്ചീവറൊക്കെ ആയി ജോലിയില്. അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ അത് ബാക്കിയുള്ളവർ അങ്ങനെ കണ്ടിന്യൂസ് നമ്മളിപ്പോ അങ്ങനെ അനലൈസ് ചെയ്യുന്നതിനെ കരുതി അവർ സ്വന്തമായിട്ടൊന്ന് പറയട്ടെ. സുബീഷ് പറഞ്ഞില്ലേ, അതുപോലെ ഒന്ന് പറയട്ടെ. അതല്ലേ നല്ലത്. കൂടാനുള്ള അവസരം ഉണ്ടല്ലോ. കമന്റിലോ അല്ലെങ്കിൽ വീഡിയോയിലോ അവിടെ ഒന്ന് കമന്റിൽ പറയട്ടെ. അതെ സാർ, അതെ. അല്ല അതില് ആത്യന്തികമായിട്ട് ഇത് ചെയ്യാന്നുള്ളത് മാത്രമേ ഇതിന് ഒരു കാര്യമുള്ളൂ. നമ്മൾ എത്ര ഇത് കേട്ടത് കൊണ്ടും ഞാൻ എന്റെ ഒരു അനുഭവം പങ്കുവയ്ക്കാം കേട്ടോ. സമയത്ത് സാറ് പഠിച്ച ആളാണ്. അപ്പൊ അതുകൊണ്ടാണ് അത് പറഞ്ഞത്. താങ്ക് യു അമ്പിളി. നമുക്ക് അടുത്ത ആഴ്ച സംസാരിക്കാം അമ്പിളി. നമുക്ക് ഈ ഒരു ടൈം അല്ല ഇപ്പൊ ചോദിച്ചതിനൊരു മറുപടി ഞാൻ പെട്ടെന്ന് കൊടുക്കാം. പെട്ടെന്ന് പറഞ്ഞു. എല്ലാവർക്കും നമസ്തേ. ഇപ്പൊ ഇവിടെ താങ്ക് യുന്റെ മെഡിറ്റേഷനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ഞാൻ ഇന്നലെ എനിക്കുണ്ടായിട്ടുള്ള മെഡിറ്റേഷന്റെ ഒരു അനുഭവം പങ്കുവയ്ക്കാം. അതായത് എനിക്കൊരു സാധനം നഷ്ടപ്പെട്ടു പോയായിരുന്നു. അപ്പൊ അത് ഞാനിങ്ങനെ കിട്ടുന്നതായിട്ട് ഞാൻ വളരെ ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ താങ്ക് യു മെഡിറ്റേഷൻ കുറേ
തവണ ഞാനിങ്ങനെ മനസ്സിരുത്തി ഞാൻ വിശ്വാസപൂർവ്വം ഞാൻ ചെയ്യുകയുണ്ടായി. അപ്പോ തന്നെ ഇപ്പൊ സാർ ഇവിടെ പറഞ്ഞതുപോലെ നമ്മളെ ഉള്ളില് അതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാവും. നമുക്ക് അത് യൂണിവേഴ്സ് തരും, അല്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വലായി തരും എന്നുള്ള അത് കറക്റ്റ് ആയിട്ട് എന്റെ ഉള്ളില് അത് ആ ഒരു നഷ്ടപ്പെട്ട സാധനം എവിടെ ആയിരിക്കും എന്നുള്ളതിന്റെ ഒരു 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 അശരീരി പോലെ എന്റെ മനസ്സിൽ തെളിഞ്ഞ്. അപ്പൊ ഞാൻ ഇത് മെഡിറ്റേഷൻ ചെയ്ത് പൂർത്തിയാക്കാതെ തന്നെ ഞാൻ എന്റെ മനസ്സിലേക്ക് തെളിഞ്ഞ ആ സമയത്ത് തന്നെ ഞാൻ അതിനെ കണ്ടെത്താനായിട്ട് ശ്രമിച്ചപ്പോ തന്നെ എനിക്കത് കിട്ടിയെന്നുള്ളതാണ്, എന്റെ കയ്യിൽ തന്നെ അത് കിട്ടിയെന്നുള്ളതാണ്. എനിക്കത് ഭയങ്കര അതിശയായിപ്പോയി. അപ്പം തീർച്ചയായിട്ടും നമ്മളിവിടെ സാറ് ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട് നമ്മൾ സമർപ്പണം ചെയ്യണം എന്നുള്ളത്. അപ്പൊ നമ്മൾ വിശ്വാസപൂർവ്വം നമ്മൾ സമർപ്പിച്ചുകൊണ്ട് ഓരോ ക്ലാസ്സും, അതായത് പെട്ടെന്നൊന്നും നമുക്കിത് മനസ്സിലാകത്തില്ല, നമ്മൾ കുറെ നാള് പരിശീലനത്തിലൂടെ മാത്രമേ നമുക്കത് ലഭിക്കുള്ളൂ. അപ്പോ താങ്ക് യു മെഡിറ്റേഷൻ ഇത്രയ്ക്ക് ഒരു പവർ ഉണ്ടെന്ന് സത്യത്തിൽ അത് അനുഭവത്തിലൂടെയാണ് ഞാനത് മനസ്സിലാക്കിയത്. അതുകൊണ്ട് എല്ലാവരും അത് തുടർച്ചയായിട്ട് നമ്മൾ എല്ലാ സമയം തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു അമ്പിളി, താങ്ക് യു സോ മച്ച്. അപ്പൊ അതുപോലെ തന്നെ എല്ലാവർക്കും കമന്റ്സ് എല്ലാം ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ സംസാരിച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്. നമുക്ക് ഒരു 30 താങ്ക് യുന്റെ മെഡിറ്റേഷനുള്ള പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നമുക്ക് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുകയാണ്. എല്ലാവരും ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്. അപ്പൊ അടുത്ത ഓണം സൂപ്പറായിട്ട് ഫ്ലറിഷ് ചെയ്തിരിക്കണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. കമന്റ്സ് ഒക്കെ ഞാൻ നോക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച്. ബൈ. താങ്ക് യു സർ.